ഹലോ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വ്ളോഗ് ഇടുക കേട്ടോ. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് 2 വർഷം മുമ്പ് എനിക്ക് ആ കോവിഡ് സമയത്ത് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അങ്ങനെ ഞാൻ തുടങ്ങി. പക്ഷേ എന്തോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് തുടങ്ങേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ വീണ്ടും ഇപ്പോൾ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുവാണേ. ഒരു ചാനൽ തുടങ്ങി. ആ ചാനൽ തന്നെ പേര് മാറ്റി, പക്ഷേ പഴയ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരോട്ടാണ് പോകുന്നത്. തൃശ്ശൂർ ആവണങ്ങാട്ട് കളരി മിക്കവർക്കും അറിയായിരിക്കും, അറിയാത്തവരും കാണും. അപ്പോൾ നമ്മൾ ആവണങ്ങാട്ട് കളരിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തൃശ്ശൂരൊക്കെ പോകാനുള്ള ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി. അപ്പം ട്രെയിനിൽ കയറിയിട്ട് ആദ്യം കുറച്ച് സമയം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ കറക്റ്റ് സമയത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല. നമുക്ക് വേറൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് വേറൊരു ദിവസത്തേക്കാക്കി. അപ്പോൾ നമ്മൾ ലോക്കൽ ട്രെയിൻ, അതായത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. അപ്പം ആ സീറ്റിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് ഇരിക്കുന്ന എപ്പോഴും ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞാൻ അപ്പോൾ ആൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള വ്യൂസ് ഞാൻ എടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് തന്നെ ഒരു 8 മണിയൊക്കെ ആയി. അന്നേരം ആളിറങ്ങിയത്. എന്നിട്ട് ഇപ്പം നമ്മൾ പുറത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പോകുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ആവണങ്ങാട്ട് പോകണം, ഭഗവാനെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നടക്കുമെന്ന് പറയുന്നത് ശരിയാണല്ലോ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ തന്നെ നല്ല ഒരു ചാറ്റ മഴ പെയ്തു. പിന്നെ നമ്മൾ കുറച്ച് നേരം അപ്പോഴത്തേക്കും അവർക്ക് ചായ വേണമെന്ന് പറഞ്ഞു. എന്നാൽ അവർ ചായയൊക്കെ കുടിച്ചു. ഞാൻ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് നിന്നു. അപ്പോഴത്തേക്കും മഴയൊക്കെ തോർന്നു. പിന്നെ ഞങ്ങൾ സ്റ്റേഷന് വെളിയിലിറങ്ങിയിട്ട് ചോദിച്ചു എങ്ങോട്ടാണ് ബസ് കയറി പോകണമെന്ന്. അപ്പോൾ സ്റ്റേഷന് വെളിയിലിറങ്ങുന്ന ആരോടത്തേലും ചോദിച്ചാൽ മതി ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന്. അപ്പം കുറച്ചങ്ങ് മേലോട്ട് നടക്കുമ്പോൾ ഒരു റോഡ് കാണും. ആ റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബസ് വരും. അപ്പോൾ അവിടെ ചോദിച്ചാൽ അവർ നമ്മളോട് ചോദിക്കും എങ്ങോട്ടാണ് പോകണ്ടേ. അപ്പം തൃപ്രയാർ ആവണങ്ങാട്ട് നിന്ന് പ്രത്യേകിച്ച് എടുത്തെഴുതിയിട്ടുണ്ടായിരിക്കും ബോർഡ്. അങ്ങനെ എഴുതിയിരുന്ന ഒരു ബോർഡ് ഞങ്ങൾ ചോദിച്ചിട്ട് കയറുക. തൃപ്രയാർ ആവണങ്ങാട്ട് എന്നുള്ള എഴുതിയിരിക്കുന്ന ബോർഡുള്ളൊരു ബസ്സിൽ കയറി. നിങ്ങളിപ്പം എല്ലാവരും ഇപ്പോൾ കാറിലായിരിക്കത്തില്ലല്ലോ പോകുന്നത്. ചിലരൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഇൻഫർമേഷൻ പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി. നമ്മൾ ആവണങ്ങാട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്റ്റോപ്പുണ്ട്. നമുക്ക് വേറെ ദൂരെയൊന്നും പോകണ്ട. അങ്ങനെ സ്റ്റോപ്പ് ഇറങ്ങി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ഉള്ളിലോട്ട് നടക്കണം. നമുക്ക് അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടി കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ആവണങ്ങാട്ടുകളിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം. കുറച്ച് റോഡ് പോലെ തന്നെ, പക്ഷെ അത് റോഡല്ല, മെയിനായിട്ടുള്ള റോഡല്ല, അമ്പലത്തിലോട്ട് കയറുന്ന റോഡ്. അവിടെ പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം അമ്പലം എത്താറായി. പിന്നെ അമ്പലത്തിനകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അമ്പലത്തിന് തൊട്ട് നമ്മൾ ആ ഫ്രണ്ട് ഉണ്ടല്ലോ അവിടെ വരെയുള്ള വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു. ഉച്ചയ്ക്ക് അവിടെ എല്ലാ ദിവസവും ഭക്ഷണമുണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം. ഭക്ഷണമൊക്കെ കഴിച്ചു കുറേ നേരം അമ്പലത്തിൽ ഇരുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ വിചാരിച്ചു പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, പിന്നെ കാനാടിക്കടവ് ക്ഷേത്രത്തിലും പോകാമെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ നമ്മൾ വെളിയിലിറങ്ങി. ചെരുപ്പൊക്കെ നമുക്ക് അവിടെ വെക്കാനായിട്ടൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ആ ചെരുപ്പ് വാങ്ങിച്ച് ആ സൈഡിൽ കൂടെ ഇറങ്ങിയതാണ് കണ്ടത്. അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒത്തിരി ഓട്ടോ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാനാടിക്കടവ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോ കയറി. ഓട്ടോയിൽ നിന്ന് ദൂരെ നോക്കുമ്പോഴേ അറിയാമല്ലോ, സ്വർണ്ണ കളറിലുള്ള അമ്പലം. ശരിക്കും പറഞ്ഞാൽ റീൽസിലൊക്കെ കാണുമ്പോൾ എനിക്കൊരു കൗതുകമായിരുന്നു, എങ്ങനെയെങ്കിലും അവിടെയൊക്കെ പോയി കാണണം. അങ്ങനെ കാണാൻ പറ്റുമെന്നൊന്നും ശരിക്കും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്പലം ഇത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനമാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് നമ്മൾ അമ്പലത്തിൻ്റെ റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് പാസ് ചെയ്തിട്ടാണ് കാനാടിക്കടവോട്ട് പോകുന്നത്. കാനാടിക്കടവാണ് അങ്ങ് കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കാനാടിക്കടവ്. അങ്ങനെ കാനാടിക്കടവ് പോയി. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, ഇവിടെ മറ്റേ നമ്മൾ ആവണങ്ങാട്ട് നമുക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അമ്പലത്തിനകത്തെ വീഡിയോസൊന്നും എടുത്തില്ല. പക്ഷെ പുറത്തൊക്കെ ഒരു ബാഹുബലി സെറ്റിട്ട പോലുണ്ട്. ഒരു നല്ല ഭംഗിയാണ്
കാണാൻ നമുക്ക് ഇങ്ങനെ കാണാൻ തന്നെ ഒരു അമ്പലത്തിൽ പോയി ഭയങ്കര ഒരു എനർജി വരുന്നത് പോലെ കാണാൻ തന്നെ നല്ലൊരു ഭംഗി. അങ്ങനെ നമ്മളതിൻ്റെ വെളിയിലുള്ള ഗസ്റ്റ് ഹൗസിൻ്റെ വീഡിയോ അങ്ങനത്തെ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുവഴി തന്നെ ബസ്സൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അപ്പുറത്തായിട്ട് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ പെരിങ്ങോട്ടുകര വന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വ്യൂസ് ഞാൻ എടുത്തു. അമ്പലത്തിനകത്ത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ആവണങ്ങാട്ടോട്ട് തന്നെ വന്നു. കാരണം ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ട് രാത്രി 9 മണിയുടെ ട്രെയിനാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പോൾ പുറകിലുള്ള വയലൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആവണങ്ങാട്ട് വൈകിട്ട് 5 മണിയാണോ 7 മണി കഴിഞ്ഞ് 7 മണി അല്ല 5 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല തൃശ്ശൂരോട്ട്. നമ്മൾ ബസ് കയറിയില്ലേ. അപ്പം ഞങ്ങളൊരു 7:30 ആയി. ദീപാരാധന കണ്ട് തൊഴാൻ നേരം ഞങ്ങൾ രാവിലെ 6 മണിക്ക് പോയിട്ട് വൈകിട്ട് 7:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോഴത്തേക്കും ചോദിച്ചപ്പോൾ അവിടെ ബസ്സില്ല. പിന്നെ ഓട്ടോ വിളിച്ച് വേറൊരു സ്ഥലത്ത് ഇറങ്ങി. അപ്പം ഞങ്ങൾക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ വരുന്ന വരെയുള്ള ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിൽ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് തന്നെ വരിക, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. ഞങ്ങൾ ഏകദേശം ഇനി എത്താറാവുന്നത് വരെ നിൽക്കുമായിരുന്നു, അതുപോലെ തിരക്കായിരുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.